ഹായ്, ഗുഡ് മോർണിംഗ്. ടാരോട്ട് കാർഡ് റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ എനർജി എന്താണ് എല്ലാവരുടെയും നമുക്ക് നോക്കാം. ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, ഡിവൈൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ബ്ലെസ്സിങ്സ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ വാട്സപ്പ് വഴിയോ എല്ലാം കോൾ ചെയ്യുകയോ ചെയ്യാം, കോണ്ടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ എനർജി എന്താണ്. ഇത് ടൈംലെസ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അപ്പം ഏത് വ്യക്തിക്ക് ഇത് റെസനേറ്റ് ആവുന്നു, അപ്പം ആ ഒരു നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോ വരത്തുള്ളൂ. അപ്പോൾ പിന്നെ റെസനേറ്റ് ആവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാർഡിലൊക്കെ എന്താണ്. ഓക്കെ, ഹെർമിറ്റാണ്. ഒരു സ്പിരിച്വൽ ജേർണി, സ്പിരിച്വൽ ഗ്രോത്തിൻ്റെയൊക്കെ ഒരു ടൈമാണ് കേട്ടോ. പിന്നെ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ഒക്കെ തോന്നും. അത് നല്ലതിനാണെന്ന് വിചാരിക്കുക. നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുക നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അല്ലാതെ അയ്യോ എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കുക. നമ്മളെ ഈ ഒരു ഒറ്റപ്പെടുത്തുന്ന നമ്മുടെ പ്രപഞ്ചമാണ് നമ്മൾ ഒറ്റപ്പെടുന്ന. ആ ഒരു പ്രപഞ്ചം നമ്മളെ ഒറ്റപ്പെടുന്നത് നമ്മളെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പോസിറ്റീവ്സ് ഉണ്ടോ അതൊക്കെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മളെ ഒറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു ഒറ്റപ്പെടലൊക്കെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. എന്തെങ്കിലും ഫീൽ ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അപ്പോൾ സമയം അനുകൂലമായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം ആ ഒരു സ്പിരിച്വലി ഉള്ള കാര്യങ്ങളൊക്കെ പറ്റുമെങ്കിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എങ്ങും പോയില്ലെങ്കിൽ, അമ്പലങ്ങളിലൊന്നും അല്ലെങ്കിൽ പള്ളിയിലോ അങ്ങനെയൊന്നും പോയില്ലെങ്കിലും നിങ്ങൾ നടക്കുന്ന സമയത്തായാലും ഒന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടേതായ ആ ഒരു കാര്യങ്ങൾ പ്രെയറൊക്കെ കാണുമല്ലോ. ഞാൻ റിലീജിയൻ സംബന്ധിച്ച് എല്ലാവർക്കും അവരവരുടെ രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്നൊക്കെ ഒന്ന് ചൊല്ലിക്കൊണ്ട് നടന്നാൽ ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങൾക്കപ്പോൾ കുറച്ചുകൂടെ ഒരു അനുകൂലമായിട്ട് ബ്ലെസ്സിങ്സ് ഒക്കെ നിൽക്കും. കാരണം ഇപ്പോൾ ഒരു സ്പിരിച്വൽ ജേർണി, ആ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ടൈമാണ്. അപ്പം നിങ്ങൾക്കത് ശരിക്കൊരു ഫലം കിട്ടുന്നത് ഈ കാര്യങ്ങളോട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ഫലം കിട്ടും. പിന്നെ 9 ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും പൈസ പരമായിട്ടോ ഇല്ലെങ്കിൽ മറ്റുള്ള ചില വ്യക്തികളുടെ എനർജി കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷമം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൈസയിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചോ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു വിഷമത്തിലിരിക്കുന്നു, അവർക്ക് ഇപ്പോഴും ആ ഒരു ഭയം ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നന്നായിട്ട് ഇന്നിപ്പോൾ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഹെർമിറ്റ് അല്ലേ. അപ്പം നന്നായിട്ടൊന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ നോക്കി. ഇങ്ങനെ ഭയമുള്ളവർ, ടെൻഷനായിട്ട് വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഒന്ന് മെഡിറ്റേഷൻ മോഡിലിരിക്കുക. ഇരുന്ന് നിങ്ങളുടെ ശ്വാസം മാത്രം ശ്രദ്ധിച്ചു നിരുന്നാൽ മതി. നിങ്ങളുടെ ഈ ഭയം അങ്ങ് മാറിക്കിട്ടും, പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അപ്പോൾ എന്തെങ്കിലും മറ്റുള്ള വ്യക്തികൾ, കാരണം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തികളിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി വിശ്വസിച്ച ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന്, അല്ലെങ്കിൽ പൈസപരമായിട്ട് എന്തെങ്കിലും ചീറ്റിങ് പറ്റി അങ്ങനെ എന്തോ ഒരു ഭയം ഉള്ളിൽ കിടന്നാൽ അത് തന്നെ നിങ്ങളിങ്ങനെ പേടിച്ചിരിക്കുന്ന എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അത് മാറിക്കിട്ടും. നിങ്ങൾക്കത് നല്ല സമാധാനമായിട്ടിരിക്കാൻ സാധിക്കും. ഈ നെഗറ്റീവ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ വിഷമിക്കുന്നതല്ലാതെ, നമ്മളൊരു താഴേക്ക് പോകുന്നതല്ലാതെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാണത്തില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു സക്സസും കാണത്തില്ല. അപ്പം നമ്മളിത് മാറ്റാൻ നോക്കുക. ഉള്ളിൽ ഈ ഒരു നെഗറ്റീവ് ഇട്ടുകൊണ്ട് എനിക്ക് മറക്കാൻ പറ്റത്തില്ല, അല്ല ഞാനത് മറക്കത്തില്ല എന്നോട് കാണിച്ചത്, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർക്കും നിങ്ങളങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ അവർക്കൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വിഷമമായാലും പാസ്റ്റിൽ എന്തെങ്കിലും ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അതിടയ്ക്ക് വരുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് ആയാലും മെഡിറ്റേഷൻ മുകളിലിരിക്കുക. നിങ്ങൾ ഓക്കെ ആവാൻ നോക്കുക. അല്ലാതെ നിങ്ങളിപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ടുണ്ടിട്ട് ആ എതിരെ നിൽക്കുന്ന വ്യക്തിക്ക് ഒരു നഷ്ടവും സംഭവിക്കാനില്ല. ആൾ ഹാപ്പിയായിട്ട് ഓടി നടക്കും. അപ്പം നമ്മളെപ്പോഴും ഓക്കെ ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് എന്തൊക്കെയാണ് ജീവിതത്തിൽ നേടാനുള്ളത് അതൊക്കെ നേടണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ്സ് എല്ലാം കളയാൻ നോക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ 8 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. എന്തായാലും ഒരു നല്ല ബിസി ആയിട്ടിരിക്കും. എന്തെങ്കിലും പൈസപരമായിട്ടൊക്കെ കുറച്ച് പ്ലാനിങ്ങോടൊക്കെ മുമ്പോട്ട് പോയി അതിലൊക്കെ എന്തെങ്കിലും കുറച്ച് പൈസയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർ, എന്തെങ്കിലും ബിസിനസ് പരമായിട്ടൊക്കെ അതിലൊക്കെ കുറച്ച് ഇന്നത്തെ ദിവസം കുറച്ച് ലാഭമൊക്കെ കിട്ടും. നമുക്ക് നല്ല ബിസി ആയിട്ടിരിക്കാൻ സാധിക്കും ഇന്നത്തെ ദിവസം. ജോലിയിലും ഒക്കെ ശ്രദ്ധിച്ച്
എപ്പോഴും നല്ല എൻഗേജ്ഡായിട്ടിരിക്കാൻ സാധിക്കും. എന്തായാലും സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്ന സ്ട്രെങ്ത്താണ്. അപ്പം നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി നിങ്ങൾക്ക് നല്ല ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് പോവുക, എല്ലാ കാര്യങ്ങളും നേടുക. പിന്നെ പൈസ കാര്യം ഒന്ന് നിയന്ത്രണം വേണം കേട്ടോ പൈസയുടെ കാര്യത്തിൽ. കാരണം ഒരു ടവറും എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പം ആ ഒരു പൈസ പരമായിട്ടുള്ള നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒന്ന് ശ്രദ്ധിക്കുക. ഒരു നിയന്ത്രണം വേണം ആ ഒരു കാര്യത്തിൽ. അല്ലാതെ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ടെൻഷൻ ഒഴിവാക്കുക. ഈ ഒറ്റപ്പെടലൊക്കെ നമ്മൾ അത് ആസ്വദിക്കുക. ആ ഒരു ഒറ്റപ്പെടൽ, ആ ഒറ്റയ്ക്കിരുന്നിട്ട് നമ്മൾ മനസ്സിൽ നമ്മൾ മെഡിറ്റേഷനിലൂടെ ആ ഒരു നെഗറ്റീവ്സൊക്കെ കളഞ്ഞ് നമ്മളെ തിരിച്ചു പിടിക്കുക. നമ്മുടെ സ്പിരിച്വൽ ജേണിയിലൊക്കെ ഡിവൈൻ നമുക്ക് സപ്പോർട്ട് നമ്മളെ സ്പിരിച്വൽ ജേണിയിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തത് ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കുക. കാരണം ആ ഒരു സ്പിരിച്വൽ ജേണിയിൽ വന്നവർ അതിന് ഒരു ഉയർച്ചയിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഫലം കിട്ടുന്നത്. ഫലം കിട്ടുകയെന്ന് വെച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ഫുള്ള് ഫ്രീ ആവുന്ന പോലെ തോന്നും. നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും ടെൻഷന്, എന്ത് കാര്യം ആരെങ്കിലും അടുത്തൂടെ പോയാൽ പോലും ടെൻഷനുള്ള ആൾക്കാർക്ക് ഈ ഒരു സ്പിരിച്വാലിറ്റിയിൽ നമ്മളൊരു ഹൈ എനർജിയിലേക്ക് എത്തുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സങ്കടങ്ങളും പോയിട്ട് നമുക്കൊരു ഫ്രീ ആയ ഒരു ഫീലാണ്. പിന്നെ നമുക്കൊന്നും പേടി തോന്നത്തില്ല. എന്ത് കാര്യവും മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്നായിരിക്കും നമ്മുടെ കയ്യിൽ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് ഡിവൈൻ നിങ്ങളെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊന്ന് കുറച്ചുകൂടി ഒരു പ്രാധാന്യം കൊടുത്ത് അതൊന്ന് നന്നായിട്ട് മുമ്പോട്ട് വരിക ആ ഒരു കാര്യത്തിന്. അത് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്തൊരു മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളെ തിരിച്ചു പിടിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ബോട്ടം വന്നിരിക്കുന്നത് സ്ട്രെങ്ത്താണ്. ഞാൻ ഈ ടവർ വന്നതിൻ്റെ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് വേണം പൈസ കൈകാര്യം ചെയ്ത് നോക്കി ഇന്നത്തെ ദിവസം. എന്തായാലും നല്ല ബിസി ആയിട്ടൊക്കെ ഇരിക്കാൻ സാധിക്കും. നിങ്ങളുടെ കഴിവിലൂടെ നിങ്ങൾ മുമ്പോട്ട് പോവുക എന്ന് വെച്ചാൽ വിജയം നേടുന്ന എനർജിയാണ്. പൈസയുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ നല്ലൊരു കോൺഫിഡൻസിൽ മുമ്പോട്ട് പോകുന്ന ദിവസമാണ് ഇന്നത്. ഓക്കെ, ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒക്കെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അവർക്കൊക്കെ ഹെൽത്തൊക്കെ നല്ല ഓക്കെ ആയി വരും ഇന്നത്തെ ദിവസം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി. നമുക്ക് മഹാദേവൻ്റെ ഗൈഡൻസ് ഇന്നും തോന്നി അങ്ങനെ എടുക്കണമെന്ന്. കുറേ ദിവസമായി മഹാദേവൻ്റെ ദേവിയുടെ എന്താണ് പറയാനുള്ളത് നിങ്ങളോട് നോക്കാം. മഹാദേവൻ ആദിയോഗി, അത് തന്നെ ഞാൻ പറഞ്ഞത് തന്നെ. ആദിയോഗി ബ്ലെസ്സിങ്സ് ഓഫ് യോഗ, ബ്ലെസ്സിങ്സ് ഓഫ് യോഗ നോളജ് ഫ്രം ദ ഫസ്റ്റ് ഗുരു, കണക്ട് വിത്ത് യുവർ ഇന്നർ സെൽഫ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മെഡിറ്റേഷൻ അതൊന്ന് ചെയ്ത് നോക്കും, ഒരുപാട് പ്രയോജനം കിട്ടും കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ മഹാദേവൻ്റെ ഒരു കാർഡ് തന്നെ വന്നത് നിങ്ങൾ മെഡിറ്റേഷൻ്റെ കാര്യത്തിൽ തന്നെയാണ്. ആ അണ്ണാൻ കിടന്ന് ചിലയ്ക്കുന്നുണ്ട്. ഇനി എല്ലാവരും കമൻറ്റ് ചെയ്ത് അണ്ണാനൊന്ന് സൗണ്ട് കുറയ്ക്കും. ഞാൻ എന്ത് ചെയ്യുന്നത് അത് എന്തിനെയോ കിടന്ന് അലച്ച് ബഹളം ഉണ്ടാക്കുക. അപ്പം മഹാദേവൻ്റെ ഗൈഡൻസ് ഇതാണ്. എന്തായാലും നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കണം. പറ്റുന്നവരൊക്കെ, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഒരു മെഡിറ്റേഷൻ ഇരിക്കുന്നത് നമുക്കൊരു ചിലവുമില്ല. നമ്മളെ തിരിച്ചു പിടിക്കുന്നു. നമുക്ക് ഗുണം മാത്രമേ ഉള്ളൂ അതിലൂടെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒരു 10 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ഇരുന്ന് നോക്കൂ. ശ്വാസം മാത്രം ശ്രദ്ധിച്ചാൽ 10 മിനിറ്റ് ഇരുന്ന് നോക്കൂ. നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താണ് പ്രയോജനം നമുക്ക് മനസ്സിലാവും. ഒരു കാർഡ് കൊണ്ട് എടുക്കാം. മാതാര ബ്ലെസ്സിങ്സ് ഓഫ് ബിസിനസ് സക്സസ്. അപ്പം നിങ്ങളുടെ ബിസിനസ്സിലും അത് പ്രയോജനപ്പെട്ടു കേട്ടോ. ഇത് രണ്ടുമാണ് ഞാൻ കാർഡ് എടുത്തത്. പൈസ ബിസിനസ്സിൽ സക്സസ് വരും. കാരണം ആ ഒരു നിങ്ങളൊരു പൈസപരമായിട്ടൊരു ഉയരത്തിലേക്ക് പോകുന്ന എനർജി കാണിക്കുന്നുണ്ട്. ബിസി ആയിട്ടിരിക്കാൻ സാധിക്കും ബിസിനസ്സിലൊക്കെ. പക്ഷേ ശ്രദ്ധിച്ച് വേണം. ആ ഒരു കാർഡ് വന്നിട്ടുണ്ട്. പൈസ ഉപയോഗിക്കുമ്പോഴും അല്ല കൈകാര്യം ചെയ്യുമ്പോൾ ഒക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം. എന്തെങ്കിലും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഡൗൺ എന്ന് കണ്ടാൽ അപ്പോഴേ സ്റ്റോപ്പ് ചെയ്യോടെ വെച്ച്. ഓക്കെ, താങ്ക് യു. ഇതാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.